പന്ത് പോലെ ഉരുണ്ടതാണല്ലേ? എന്നാൽ കൃത്യം ഒരു പന്ത് പോലെയല്ല. മുകൾ ഭാഗവും താഴെയും ചെറുതായി അമർന്നിട്ടാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു ഓറഞ്ചിന്റെ ആകൃതി. നമ്മൾ ദൂരെ ബഹിരാകാശത്തു നിന്ന് നോക്കിയാൽ നീലപ്പന്ത് പോലെ മനോഹരമായി കാണാം. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. നമ്മൾ രാത്രി ആകാശത്തിൽ കാണുന്ന ചന്ദ്രനിൽ വായുവോ വെള്ളമോ ഒന്നുമില്ല. അവിടെ വലിയ കുഴികളും പാറക്കൂട്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന് മറുകുള്ളതുപോലെ തോന്നുന്നത്. രാത്രി നല്ല രസമുള്ള വെളിച്ചം എത്തുന്നത് ചന്ദ്രൻ സ്വന്തമായി വെളിച്ചമില്ല കേട്ടോ. സൂര്യന്റെ വെളിച്ചം ചന്ദ്രന്റെ മേൽ വന്ന് പതിക്കുമ്പോൾ അത് പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ഇതാണ് നമ്മൾ കാണുന്ന മനോഹരമായ നിലാവ്. ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചം വാങ്ങി നമുക്ക് തരുന്ന ഒരു കണ്ണാടി പോലെയാണെന്ന് പറയാം. നമ്മുടെ ആകാശത്തെ അത്ഭുതങ്ങളെ കുറിച്ച് ഒരു കൊച്ചു കാര്യം പറയട്ടെ. നമ്മൾ രാത്രി ആകാശത്ത് നോക്കുമ്പോൾ എന്തൊക്കെ കാണാറുണ്ട്? തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഭംഗിയുള്ള ചന്ദ്രൻ അല്ലേ? ഇവയൊക്കെയാണ് നമ്മൾ ആകാശഗോളങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിലുള്ള സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ ഇവയെല്ലാം ആകാശഗോളങ്ങളാണ്. സൗരയൂഥം എന്ന് കേട്ടിട്ടുണ്ടോ? സൂര്യന് ചുറ്റും കറങ്ങുന്ന 8 ഗ്രഹങ്ങളും അവരുടെ ഉപഗ്രഹങ്ങളും ചേർന്ന ഒരു വലിയ കുടുംബമുണ്ട്. ഈ കുടുംബത്തെയാണ് സൗരയൂഥം എന്ന് വിളിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഈ കുടുംബത്തിലെ ഒരംഗമാണ്. സൂര്യനാണ് ഈ കുടുംബത്തിലെ കാരണവർ. സൗരയൂഥം സൂര്യനും ഗുരുത്വാകർഷണത്താൽ ബന്ധപ്പെട്ട് സൂര്യനെ ചുറ്റുന്ന വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. പ്രധാനമായും സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നതാണ് സൗരയൂഥം. ഇവയെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളും ഉൽക്കകളും ധൂമകേതുക്കളും ധാരാളം ചെറിയ ചെറിയ വസ്തുക്കളും പൊടിപടലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സൗരയൂഥം. പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾ ചന്ദ്രനെ ശ്രദ്ധിക്കാറുണ്ടോ? ചില ദിവസങ്ങളിൽ ചന്ദ്രൻ നല്ല വട്ടത്തിൽ തിളങ്ങി നിൽക്കും. ചില ദിവസങ്ങളിൽ ചന്ദ്രനെ കാണാനേ ഉണ്ടാവില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ചന്ദ്രന്റെ ഒരു കാര്യം, എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഒളിഞ്ഞു കിടപ്പുണ്ടാവുക? 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയ നാൾ മുതൽ അന്നും അവിടുത്തെ വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് നമ്മൾ. ആ ചരിത്ര നിമിഷം നമുക്ക് മറക്കാനാകുമോ? വർഷം 1969 ജൂലൈ 21. ലോകം മുഴുവനും ടിവിക്ക് മുൻപിൽ ശ്വാസം അടക്കിപ്പിടിച്ചിരുന്ന നിമിഷം. അമേരിക്കയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിലാണ് മനുഷ്യർ ചന്ദ്രനിലേക്ക് തിരിച്ചത്. അങ്ങനെ ഈഗിൾ എന്ന ലാൻഡർ ചന്ദ്രന്റെ മണ്ണിൽ തൊട്ടു. പേടകത്തിന്റെ വാതിൽ തുറന്ന് നീൽ ആംസ്ട്രോങ് എന്ന മനുഷ്യൻ ചന്ദ്രന്റെ മണ്ണിലേക്ക് തന്റെ ആദ്യത്തെ ചുവട് വെച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു: മനുഷ്യർക്ക് ഇതൊരു ചെറിയ ചുവടുവെപ്പായിരിക്കാം, എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. അദ്ദേഹത്തിന് പിന്നാലെ എഡ്വിൻ ആസ്റ്റിനും ചന്ദ്രനിൽ ഇറങ്ങി. ഇന്ത്യക്കാരായ രാകേഷ് ശർമ്മയും ഇന്ത്യൻ വംശജരായ സുനിത വില്യംസും കൽപ്പന ചൗളയും ഒക്കെ ബഹിരാകാശത്ത് പോയി നമുക്ക് അഭിമാനമായി മാറിയവരാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ മനുഷ്യർ എങ്ങനെയാണ് ചന്ദ്രനിലേക്ക് പോയത്? ഓ അതോ, അതാ കണ്ടോളൂ.
But, again, all you have to do is turn yourself and your reference changes. The reason I'm bringing that up is because this is where 4 out of 6 of us sleep. And so നമ്മൾ പോലെ പ്ലേറ്റിൽ ചോറും കറിയും വെച്ച് അവിടെ കഴിക്കാൻ പറ്റില്ല. കാരണം ചോറും കറിയും വെച്ച് വായുവിൽ പറന്ന് നടക്കും. അതുകൊണ്ട് ബഹിരാകാശത്തെ ഭക്ഷണം പ്രത്യേക ട്യൂബുകളിലോ അല്ലെങ്കിൽ പാക്കറ്റുകളിലോ ആണ് സൂക്ഷിക്കുന്നത്. ട്യൂബുകളിൽ നിന്ന് ഭക്ഷണം പിഴിഞ്ഞാണ് അവർ കഴിക്കുന്നത്. നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ ഒരു ബോട്ടിലല്ലേ വെള്ളം സൂക്ഷിച്ചു വെക്കുക. അവിടെ ബോട്ടിൽ പറ്റില്ല. കാരണം വെള്ളം കുമിളകളായി അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കും. സുനിത വില്യംസ് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ വായു എവിടെ നിന്ന് കിട്ടും? ബഹിരാകാശത്ത് വായുവില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ബഹിരാകാശ നിലയത്തിൽ എങ്ങനെ ശ്വസിക്കും? അതിനായി പ്രത്യേക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവിടെയുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകളും അവരെ സഹായിക്കാനുണ്ട്. ബഹിരാകാശ നിലയത്തിലെ സുനിത വില്യംസിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ? of course, you do have your privacy. There's a little door, so other people know that you're in there. Here's a pretty cool place. This is sort of like in your house where everybody meets in the morning. After you wash your face, brush your teeth, you want to find something for breakfast. And this is our kitchen. ഇനി അടുത്ത നിഴൽക്കളി. സൂര്യന്റെയും ചന്ദ്രന്റെയും നടുവിലേക്ക് ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തെ ഭൂമി മറയ്ക്കുകയും ഭൂമിയുടെ വലിയ നിഴൽ ചന്ദ്രന്റെ മേൽ വീഴുകയും ചെയ്യുന്നു. അപ്പോൾ ചന്ദ്രൻ ഇരുണ്ടുപോകും. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്ന് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് നമുക്ക് തോന്നാം. എങ്കിലും ഇത് വെറും ഒരു നിഴൽക്കളി മാത്രമാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലും സൂര്യന്റെയും ഭൂമിയുടെയും നടുവിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. സൂര്യന്റെ പ്രകാശത്തെ ചന്ദ്രൻ തടയുകയും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യും. ചന്ദ്രന്റെ നിഴൽ പതിക്കുന്ന ഭാഗത്തുള്ള ആളുകൾക്ക് സൂര്യനെ പൂർണ്ണമായോ ഭാഗികമായോ കാണാൻ കഴിയില്ല. ഇതാണ് സൂര്യഗ്രഹണം. കൂട്ടുകാരെ, സൂര്യഗ്രഹണം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പാടില്ല. ISO അംഗീകൃത സോളാർ ഫിൽറ്ററുകൾ, വെൽഡേഴ്സ് ഗ്ലാസ്, പിൻഹോൾ പ്രൊജക്ടർ എന്നിവ ഉപയോഗിച്ച് സൂര്യഗ്രഹണം സുരക്ഷിതമായി നിരീക്ഷിക്കാം. ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഒരു സുരക്ഷിതമായ രീതിയാണ്. നമ്മുടെ ചന്ദ്രൻ ഇപ്പോൾ വലിയൊരു ഹോട്ട്സ്പോട്ടാണ്. നിങ്ങൾക്കറിയാമോ, കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യൻ ചന്ദ്രനിൽ പോകാൻ ഒരുങ്ങുകയാണ്. അമേരിക്കയുടെ ആർട്ടമിസ് എന്ന ദൗത്യത്തിലൂടെ വെറും ഒരു സന്ദർശനമല്ല ലക്ഷ്യമിടുന്നത്. നേരെ മറിച്ച് മനുഷ്യന് സ്ഥിരമായി താമസിക്കാൻ പറ്റുന്ന ക്യാമ്പുകൾ ഉണ്ടാക്കാനും അവിടെയുള്ള ഐസ് രൂപത്തിലുള്ള വെള്ളം ഉപയോഗിച്ച് റോക്കറ്റ് ഇന്ധനം നിർമ്മിച്ച് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാനുമാണ് ശാസ്ത്രജ്ഞർ പ്ലാൻ ചെയ്യുന്നത്. ചന്ദ്രന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചന്ദ്രന്റെ ആർക്കും അറിയാത്ത ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ പേടകം ഇറക്കി ലോകത്തെ ഞെട്ടിച്ച രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ചന്ദ്രൻ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ അവിടെയുള്ള മഞ്ഞും പാറയും ഒക്കെ കൊണ്ടുവരാൻ ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ തയ്യാറെടുപ്പിലാണ് നമ്മുടെ ISRO. ബഹിരാകാശത്ത് പെൻസിൽ ഉപയോഗിക്കില്ലാത്രേ. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമായി ഇത് കൂട്ടുകാരെ, നമ്മൾ സ്കൂളിൽ എഴുതാനായി ഉപയോഗിക്കുന്ന സാധാരണ പെൻസിലുകൾ ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. നമ്മുടെ പെൻസിലിന്റെ കൂർപ്പിച്ച മുന നിർമ്മിക്കുന്നത് ഗ്രാഫൈറ്റ് കൊണ്ടാണ്. ബഹിരാകാശത്തെ ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ പെൻസിൽ ഉപയോഗിച്ച് എഴുതുമ്പോൾ അതിന്റെ മുന ഒടിഞ്ഞു പോകുകയോ അതിൽ നിന്നുള്ള കുഞ്ഞുപൊടികൾ വായുവിൽ പറന്നു നടക്കുകയോ ചെയ്യും. ഇത് ബഹിരാകാശ സഞ്ചാരികളുടെ കണ്ണിലോ മൂക്കിലോ പോയാൽ അത് വലിയ അപകടമാണ്. നമ്മൾ ദിവസവും രാത്രി ആകാശത്തേക്ക് നോക്കാറുണ്ടല്ലേ? ഒരു ദിവസം ചന്ദ്രൻ നല്ല വട്ടത്തിലായിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചന്ദ്രന്റെ വലിപ്പം കുറഞ്ഞു വരും. ചില ദിവസങ്ങളിൽ വില്ല് പോലെയാകും. പിന്നെ കാണാനേ ഉണ്ടാകില്ല. ഇങ്ങനെ ചന്ദ്രന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ.